ഹായ് ഹലോ എന്തല്ല ഓൺലൈൻ ഷോപ്പിംഗ് വന്നതുകൊണ്ട് സാധാരണപ്പെട്ട ഒരു കിച്ചണാണെങ്കിലും മോഡേൺ കിച്ചണാണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ഒതുക്കം വന്നിട്ടുണ്ടല്ലേ. അത് ഭയങ്കര ഒരു ഹൈപ്പ് തന്നെയാണ്. ഇന്ന് ഞാൻ കുറച്ച് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എൻ്റെ കിച്ചണ്, അതായത് എൻ്റെ കിച്ചൺ ഒരുപാട് വലുതൊന്നുമല്ല, ഭയങ്കര ചെറുതാണ്. അപ്പം അത് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാലും ആ, ഇത് കമ്പാരിറ്റീവ്ലി ഞാൻ വേറെ വാങ്ങിച്ചവരുടെ നിന്ന് കണ്ടു മേടിച്ചാട്ടോ. അപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അവർക്കും എനിക്കും ഉണ്ട്. അപ്പം അതിലേറ്റവും ഒന്നാണ് ദേ ഞാനിപ്പോൾ വാങ്ങിച്ച ഈ ഒരു ഭരണി കേട്ടോ. ഇത് 2 പാക്ക് വരുന്ന സെറാമിക് പിക്കിൾ ജാറാണ്. ഏകദേശം 1000 ml അടുത്തുണ്ടാവും. അതിൻ്റെ ഒരു പ്രൈസൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മേടിക്കുമ്പോഴുള്ള പ്രൈസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കത്തി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത്ര ഷാർപ്പൊന്നും അല്ലെന്ന്, പക്ഷേ അടിപൊളിയാണ്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫാണ് കേട്ടോ. 3 പീസസ് ഉണ്ട്, 220 റുപ്പീസാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ അതിൻ്റെ ടൊമാറ്റോയുടെ ഡിസൈനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കിച്ചൺ ഭയങ്കര സൂപ്പറായിട്ടിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു പ്ലാസ്റ്റിക് ഫ്രിഡ്ജ് കണ്ടെയ്നറാണ്, വൈറ്റ് കളറിൽ വരുന്ന 197 BPA ഫ്രീ ആണ്. മൈക്രോവേവ്, ഫ്രീസർ അതെല്ലാം സേഫാണ്. പിന്നെ 6 കമ്പാർട്ട്മെൻറ്റോടുള്ള ഒരു സ്റ്റോറേജ് ബോക്സാണ്. സൂപ്പറാണ് കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ബോക്സ്. നെക്സ്റ്റ് വന്ന് ഇതെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഡിഷ് ഡ്രെയിനറാണ്. അതായത് നമ്മൾ പാത്രമെല്ലാം കഴുകി വെക്കുന്ന ഒരു ഒരു ഡ്രെയിനർ. അപ്പോൾ ഡിഷ് വാഷ് ഡ്രെയിനറാണ്. ഒരു പ്ലാസ്റ്റിക് ആണ്, ഗ്രീൻ കളറാണ്. പക്ഷേ എനിക്ക് ഇത്തിരി ലെങ്ത് ആയിട്ട് തോന്നി, നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. പ്ലാസ്റ്റിക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. 261 ആണ് എൻ്റെ റുപ്പീസ്. നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു ഇതുപോലെ ഡിഷ് വാഷ് ഡ്രെയിനറാണ്. നമുക്ക് കഴുകിയിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിലോട്ട് മാറ്റി വെക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടിന് വാങ്ങിച്ചപ്പോൾ കണ്ടത് അവളുടേത് പ്ലാസ്റ്റിക് ഭയങ്കര കട്ടിയാണ്, പക്ഷേ മെറ്റീരിയൽ വന്നിട്ട് ഭയങ്കര ചെറുതുമാണ്. ആ പ്ലേറ്റ് വെക്കുന്ന റാക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5-6 പ്ലേറ്റ് വെക്കാനുള്ള റാക്കേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. പ്ലാസ്റ്റിക് അത്ര വലിയ എന്താ പറയുക, ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് അല്ലെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു അനക്കമൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ റുപ്പീസാണ് ഞാൻ മേടിക്കുമ്പോൾ ഉള്ളത്. നെക്സ്റ്റ് സെറ്റ് ഓഫ് എന്താ നോക്കണ്ടേ, ഇതൊരു പ്രീമിയം ക്വാളിറ്റി നോൺ സ്റ്റിക്ക് സിലിക്കൺ സ്പാച്ചുലയാണ്. 2 വരുന്നത്, 182 റുപ്പീസ്. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കേട്ടോ ഞാൻ മേടിച്ചത്. ഇതൊരു റെഫ്രിജറേറ്റർ കവറാണ്. അതായത് വലിയ ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു അതിൻ്റെ മുകളിലിട്ടപ്പോൾ. അപ്പം വലിയ പ്രൈസൊന്നുമില്ല, 78 രൂപയുള്ളൂ. 150 രൂപയ്ക്ക് 8 വുഡൻ ആക്സസറീസാണ്. അതായത് വുഡൻ സ്പാച്ചുലാസ് ആണ് കേട്ടോ. ഒരു മാഷറും 7 കുക്കിംഗ് സ്പൂണും. ഭയങ്കര അഫോർഡബിളാണ്. ഞാൻ മേടിക്കുമ്പോൾ 150 റുപ്പീസാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പ്രിസൺ പാറ്റേണിലുള്ള വാട്ടർ ജ്യൂസ് പ്ലാസ്റ്റിക് ഗ്ലാസ്സസ് ആണ്. ഇത് ഓൾറെഡി ഞാൻ ഇതിനു മുമ്പ് 2 വർഷം മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ പോയി. അപ്പോൾ എന്നാലും ഞാൻ വീണ്ടും തന്നെ വാങ്ങിച്ചു. കളർഫുള്ളായിട്ടുള്ള മറ്റ് ഗ്ലാസ്സുകളുണ്ട്, പർപ്പിൾ കളറ്, ബ്ലൂ കളറിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് സ്പൂണും ഫോർക്ക് ഹോൾഡറാണ്. അതിൻ്റെ കൂടെ ഒരു ഹാങ്ങറൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഹാങ്ങർ അത് മിസ്സിങ് ആയിരുന്നു. പക്ഷേ എനിക്ക് കൊടുക്കാൻ തോന്നിയില്ല. കുഴപ്പമില്ല. പക്ഷേ പ്രൈസ് 362 അത്ര അങ്ങോട്ട് വർത്താന്ന് തോന്നിയില്ല. പക്ഷേ ഇതൊരു ഗ്യാസ് സിലിണ്ടർ ട്രോളിയാണ്, കുഴപ്പമില്ല. ഈ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ആരും മേടിക്കില്ല. അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ മേടിച്ചിട്ട് പാലൊഴിച്ച് വെക്കാനായിട്ട്. പക്ഷേ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കൈ നോക്കുമ്പോൾ ഫുള്ള് ബ്ലാക്ക് കളറ്. നല്ല ക്വാളിറ്റി ഒന്നുമില്ല, ചുമ്മാ വെറുതെ. അപ്പോൾ അതാരും കണ്ട് മേടിക്കണ്ട, ഞാൻ അതുകൊണ്ടാട്ടോ ഇൻക്ലൂഡ് ചെയ്ത്. ഇതെല്ലാവരും കണ്ടുകൊണ്ട് മടുത്തുണ്ടാവും. ഒരു അയൺ വാൾ ഷെൽഫാണ്. ഒരെണ്ണത്തിന് 101 റുപ്പീസ്. അങ്ങനെ പാക്ക് 2 കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഒരു സൂപ്പർ പ്രോഡക്റ്റ് കേട്ടോ. പ്ലാസ്റ്റിക് ഫ്രിഡ്ജ് കണ്ടെയ്നറാണ്. 750 ml വരും. 3 ഉള്ളത്. 262 റുപ്പീസ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഫ്രീസർ സേഫാണ്, മൈക്രോവേവ് സേഫാണ്, BPA ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ വാങ്ങിച്ചത്. അത്യാവശ്യം ഒരുപാട് നാളായി മേടിച്ചിട്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു.